ഇവര് നമുക്ക് ഈ സമ്പന്നത്തെ കുറിച്ച് പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. ആണോ? എന്നാ ഇതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരാറുണ്ടോ? നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വരാറുണ്ടോ? ഇവയെല്ലാം നിങ്ങൾക്ക് സമയത്തിന് ലഭിക്കാറുണ്ടോ? ഇവയെല്ലാം നിങ്ങൾക്ക് സമയത്തിന് ലഭിക്കാറുണ്ടോ? ഇല്ല. ബസ് ടിക്കറ്റ് റെയിൽവേ ടിക്കറ്റ് എടുക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? നിങ്ങൾക്ക് സമയത്തിന് ആധാർ കാർഡുകൾ ലഭിക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ ആധാർ കാർഡിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങാറുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് PSC എൻട്രൻസ് എക്സാമുകൾക്ക് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കാറുണ്ടോ? ഇല്ല. ഇതിനെല്ലാം ഒരു പരിഹാരം വേണ്ടേ? ഇതിനെല്ലാം ഒരു പരിഹാരം വേണ്ടേ? വേണം, വേണം, വേണം. അച്ഛനൊരു പോസ്റ്റോ? എന്തായിരിക്കും ഇത്? അമ്മേ, അമ്മേ, എന്റെ ദൈവമേ, എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൊണ്ടത്? അമ്മേ, എനിക്ക് ജോലി കിട്ടി. ഗുരുവായൂരപ്പ, അമ്മ, എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, അത് കളഞ്ഞു പോയില്ലേ? അമ്മയെ പാസ്പോർട്ട് അതാ ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ശരി. അറിയില്ല, വന്നിട്ടില്ല. ഇവരെന്താ ഇങ്ങനെ പറയുന്നു? ഒരു ഉത്തരവാദിത്വം ഇല്ല. വാ, നമുക്കിവിടെ കാത്തിരിക്കാം. വേറെന്താ ചെയ്യാം? എനിക്ക് വയ്യ. നമ്മൾ ഇങ്ങനെ ജോലി എടുക്കാം. ഇത് ലാസ്റ്റ് ഒരു ലോൺ ആകൂലും പോലെ സാറേ. എല്ലാ സ്ഥാപനങ്ങളിലെ അവസ്ഥ തന്നെയാണോ? ശരി ശരി. എന്താ നിങ്ങൾ ആ സെക്ഷനിലോട്ട് ചെല്ലും. സാറേ, കുറെ നാളായിട്ട് പറയാൻ തുടങ്ങിയിട്ട് ആ സെക്ഷൻ ഈ സെക്ഷനിലൊക്കെ ഞങ്ങൾ കളിക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതൊക്കെ എടുത്തു തരാനുള്ള ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ എടുത്തു തരത്തില്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലെന്നുണ്ടോ? ഇവിടെ 100 കൂട്ടം ജോലിയുണ്ട് ഞങ്ങൾക്ക്. ആ സെക്ഷനിലോട്ട് ചെല്ലണോ? ഇതേ കൊണ്ടൊന്നും ഒന്നും നടക്കില്ല. സാറേ, സാറേ, ഒറ്റം കൊല്ലാനായിട്ട് വന്നേക്കും. എന്താടോ? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റും. അങ്ങോട്ട് പോകൂ. എന്ത് മനുഷ്യരായത്? വാ ചേട്ടാ, നമുക്ക് അങ്ങോട്ട് പോവാം. സാറേ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റൂ. ഞങ്ങൾ എത്ര നാളായെന്ന് അറിയാം വരാൻ തുടങ്ങിയിട്ട്. 3 ദിവസം കഴിഞ്ഞു. നിങ്ങളിത് എന്നോട്ട് പറയാൻ തുടങ്ങിയോ? കാര്യമില്ല. സാറേ, സാറേ, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ? എന്റെ പേര് അർഷൻ. എന്റെ ജനന സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി. കുട്ടികളൊന്നും എടുക്കാൻ വന്നതാ. അതൊന്നും അങ്ങനെ എളുപ്പത്തിൽ കിട്ടത്തില്ല. നിങ്ങൾ ആദ്യം ഫോം പൂരിപ്പിച്ചതാ, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വാ. സാർ, എനിക്ക് എളുപ്പത്തിൽ കിട്ടിയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എളുപ്പത്തിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇതിനൊക്കെ ഓരോ നിയമവശങ്ങളുണ്ട്. എന്തായാലും ഫോം പൂരിപ്പിച്ച് കൊടുക്കും. 3 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. വേറെ എളുപ്പത്തിൽ കിട്ടുമോ? കിട്ടും. ഞാൻ സാർക്ക് അത് കൊടുക്കാം കേട്ടോ. കളിച്ചാലോ നമുക്ക്? അമ്മേ, അമ്മേ, എന്താണ് മോനെ പോയ കാര്യം? എന്തായി? ഇല്ല അമ്മേ, ശരിയായില്ല. നീ അതിനെന്തിനാ ഇങ്ങനെ പ്രശ്നിക്കുന്നേ? അതൊക്കെ ശരിയാവൂടാ. ഇല്ല അമ്മേ, എന്റെ
എന്റെ ജോലിക്കാര്യം ശ്രമിക്കാം. എന്താ കാര്യം? ഹർഷൻ 3 ദിവസം മുന്നേ വന്നിരുന്നു. നിങ്ങൾ ആ സെക്ഷനിലോട്ട് സാർ ചെല്ലടോ. സാർ ഹർഷൻ 3 ദിവസം മുന്നേ വന്നിരുന്നു. ജനന സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി. എനിക്ക് പുതുതായി ഒന്ന് എടുക്കണം. പേര് ഹർഷൻ, വീട്ടുപേര് കളത്തിൽ. തന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ ഇല്ലല്ലോ, അങ്ങോട്ട് പോഴോ. സാർ എന്റെ പേര് ഹർഷൻ. ഞാൻ 3 ദിവസം മുന്നേ വന്നിരുന്നു. എന്റെ ജനന സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി. പുതുതായി ഒന്ന് എടുക്കാൻ വന്നതാ. ഹർഷൻ, പേര് കളത്തിൽ. ഇതിന്റെ രേഖകളൊന്നും ചെയ്യണല്ലോ. സാർ എനിക്ക് എളുപ്പത്തിൽ വേണമായിരുന്നു. 2 ദിവസം കഴിഞ്ഞു വാ. 2 ദിവസം കഴിഞ്ഞ് വന്നാൽ കിട്ടുമോ? ഇപ്പൊ എന്തായാലും ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ കഴിഞ്ഞു. സാർ അങ്ങോട്ട് വാടോ. അമ്മേ അമ്മേ, മോനെ ഇന്നും ശരിയായില്ലേ? ഇല്ല അമ്മേ, എന്റെ ജോലി പോയത് തന്നെ. പാസ്പോർട്ട് ഇല്ലാണ്ട് ഞാൻ എങ്ങനെ പോവും? അവരെന്താണോ പറയുന്നത്? അവർ തരുന്നില്ല. അവർ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറയുകയാ. നീ എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് പോയി നോക്കുമോ? എനിക്കൊട്ടും വിശ്വാസമില്ല അമ്മേ. സാരമില്ല, അതൊക്കെ ശരിയാകും. നോക്കാം. നിങ്ങളൊക്കെ ആരാ മക്കളെ? സർവേയോ? എന്ത് സർവേ? നമുക്ക് ഈ സർക്കാരിൽ നടത്തുന്ന പുതിയ പദ്ധതികളെ പറ്റി വല്ല അറിവുകളുണ്ടോ? എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ എന്റെ മകനെ വിളിക്കാം. മോനെ മോനെ ഹർഷ. എന്താ അമ്മേ? ഈ കുട്ടികളെ എന്നിട്ട് പറയുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരൊക്കെ ആരാ? എന്താ എന്താ ഈ ഗവേണൻസ്? അങ്ങനെ വെച്ചാൽ എന്താ? ഈ ഗവേണൻസ് എന്ന് പറയുന്നത് സർക്കാരിന്റെ പുതിയ പദ്ധതിയാണ്. സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെയല്ലേ? അതിപ്പോൾ നമുക്ക് ഇന്റർനെറ്റ് വഴി ലഭ്യമാണ്. എന്തൊക്കെയാ സർക്കാർ സേവനങ്ങൾ? അതായത് ഈ മരണ സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, വോട്ടേഴ്സ് ID കാർഡ്, ജനന സർട്ടിഫിക്കറ്റ്. അതെ, ജനന സർട്ടിഫിക്കറ്റ്. അത് എളുപ്പത്തിൽ കിട്ടുമോ? അതെ, എളുപ്പത്തിൽ തന്നെ കിട്ടും. 2-3 മിനിറ്റ് കൂടും. സത്യമാണോ? സത്യമായിട്ടും. താങ്കൾ 1970 ശേഷമാണോ ജനിച്ചത്? അതെ. എങ്കിൽ താങ്കൾക്ക് ഉറപ്പായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് ലഭിക്കാൻ കിട്ടും. വളരെ ഉപകാരമായേനെ. താങ്കൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ക്രൈസ്റ്റ് കോളേജ് സിറ്റിയിലേക്ക് വരിക. അവിടെ ഞങ്ങളൊരു ക്ലാസ് വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അവിടേക്ക് ക്ഷണിക്കുന്നു. നന്ദി. എല്ലാവർക്കും ക്രൈസ്റ്റ് കോളേജ് സിറ്റിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ഗവർണൻസിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെന്ന് കേട്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഞങ്ങളുടെ NSS വോളണ്ടിയറായ അമലുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. നിങ്ങൾക്ക് ഈ സാക്ഷരതയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നമ്മുടെ സർക്കാർ നമുക്ക് ആവശ്യമായ ഒരുപാട് സേവനങ്ങൾ ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നു. അതിൽ ചിലതാണ് നമുക്ക് ആവശ്യമായ വിവിധതരം സർട്ടിഫിക്കറ്റുകൾ. നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ, ബസ് ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയവയും നമുക്ക് ഇതിലൂടെ അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിവിധതരം എക്സാമുകൾ, PSC, അതുപോലെയുള്ള എൻട്രൻസ് എക്സാമുകൾ തുടങ്ങിയവയ്ക്ക് അപേക്ഷിക്കാൻ നമുക്ക് ഇതുവഴി സാധിക്കും. ഇതിന് ഗവൺമെന്റ് അംഗീകാരമുണ്ട്. കോടതി ആവശ്യങ്ങൾക്കൊഴികെ ബാക്കി എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും. 6 മാസത്തെ വാലിഡിറ്റി ആണ് ഓരോ സർട്ടിഫിക്കറ്റിനും ഉള്ളത്. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പം ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതുണ്ടോ? ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
നമ്മൾ ഉപയോഗിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് lsd.kerala.gov.in എന്നുള്ള സൈറ്റാണ്. നമ്മുടെ മുമ്പിലേക്ക് വരാമോ? നമ്മൾ ഈ സൈറ്റ് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്നത് സേവന എന്നുള്ള വെബ് പേജാണ്. സേവനയിൽ നമുക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. ഇപ്പം ഇദ്ദേഹത്തിന് ജനന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളതുകൊണ്ട് നമുക്കത് ചെയ്തോളാം. ഇപ്പം സേവന എന്നുള്ള വെബ് പേജിൽ ഈ സൈഡുകളിൽ പച്ച കളറിൽ വിവിധതരം സർട്ടിഫിക്കറ്റുകളുടെ പേരുണ്ട്. താങ്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് അല്ലേ ആവശ്യം? നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. താങ്കൾ ജനിച്ച ആശുപത്രിയുടെ പേര് ലിറ്റിൽ ഫ്ലവർ, അത് ഏത് സ്ഥലത്താണ്? അത് മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, പഞ്ചായത്താണോ? കോർപ്പറേഷൻ. ഇത് നമ്മൾ ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജ് വരും. അടുത്ത പേജിൽ താങ്കളുടെ ബർത്ത് ഡേറ്റ് ഒന്ന് പറയാമോ? 14 നവംബർ 1985. താങ്കളുടെ അമ്മയുടെ പേരിന്റെ ആദ്യത്തെ 3 അക്ഷരം. ഇതാണ് താങ്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. ഇപ്പോൾ താങ്കൾക്ക് ഇത് ആവശ്യമാണ്. വളരെ ഉപകാരം. നിങ്ങളുടെ വീട്ടിൽ നെറ്റ് സൗകര്യം ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ എങ്ങനെ ലഭ്യമാക്കും? നിങ്ങൾക്ക് സാധാരണ ഒരു കഫേയിൽ പോയി കഴിഞ്ഞാൽ ഇത് ലഭ്യമാക്കാം. അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി കാശ് മുടക്കേണ്ട ആവശ്യമില്ല. വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ ഒരു കമ്പ്യൂട്ടറും ഒരു പ്രിന്ററും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേ ഉണ്ടെങ്കിൽ അടുത്ത ഇന്റർനെറ്റ് കഫേയിൽ പോയി ചെയ്യാവുന്നത്. മോളെ, ഞങ്ങളെയും കൂടി ഒന്ന് സഹായിക്കാമോ? സഹായിക്കാൻ കഴിയും. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞങ്ങൾ പ്രൈസ് നോളജ് സിറ്റിയിലെ NSS വിദ്യാർത്ഥികൾ, അതായത് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ് ആണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രൊജക്റ്റ് ആണ് ഈ സാക്ഷരത എന്നുള്ളത്. ഈ സാക്ഷരത എന്നുള്ള ഈ പ്രൊജക്റ്റിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മുഴുവൻ സമ്പൂർണ്ണ ഈ സാക്ഷരത പഞ്ചായത്താക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റിനായി ഞങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് മഴുവന്നൂർ പഞ്ചായത്ത് ഗ്രാമ പ്രസിഡന്റ് ശ്രീ KK സോമൻ സാറും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ് തോമസ് സാറുമാണ്. ഇനി ഈ സാക്ഷരതയെ കുറിച്ച് ഏതാനും ചില വാക്കുകൾ. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും, അതായത് ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് ഓൺലൈൻ വഴി ലഭ്യമാണ്. ഈ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 6 മാസത്തെ വാലിഡിറ്റിയാണ് ഓരോ സർട്ടിഫിക്കറ്റിനും ഉള്ളത്. കോടതി ആവശ്യങ്ങൾക്കൊഴികെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കേണ്ട ഓൺലൈൻ വെബ്സൈറ്റ് എന്നുള്ളത് www.lsd.kerala.gov.in എന്നുള്ള സൈറ്റാണ്. ഇതിൽ സേവന എന്നുള്ള വെബ് പേജിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഓൺലൈനിലൂടെ സർട്ടിഫിക്കറ്റുകൾ മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും, അതായത് ബസ് ടിക്കറ്റ് റിസർവേഷൻ, ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗ്, ആധാർ കാർഡിനുള്ള അപേക്ഷകൾ, PSC തുടങ്ങിയ എക്സാമുകൾക്കുള്ള അപേക്ഷകൾ എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രൊജക്ടിന്റെ സർവേ വിജയകരമായി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ മെമ്പറുടെയും സഹായ സഹകരണങ്ങളോടെയാണ്. അതിനാൽ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KK സോമൻ സാറിനും മെമ്പർ ശ്രീ ജോസ് തോമസ് സാറിനും ഞങ്ങളുടെ എല്ലാവിധ നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു.